കുറ്റിച്ചിറ കുളത്തിൽ നീന്താനെത്തിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ച സംഭവത്തിൽ കോർപ്പറേഷന്റെ ഇടപെടൽ തേടി പ്രദേശവാസികൾ. നീന്താനെത്തുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്നാണ് ആക്ഷേപം. ഇന്ന് രാവിലെയാണ് 17-കാരനായ പയ്യാനക്കൽ കപ്പക്കൽ സ്വദേശി യഹിയ മുങ്ങി മരിച്ചത്. രാവിലെ 9:20 കുറ്റിച്ചിറ കുളത്തിൽ നീന്താനെത്തിയ 17 വയസ്സുകാരൻ മുങ്ങിപ്പോയത്. ഫയർഫോഴ്സും നാട്ടുകാരുമെത്തി ഈ വിദ്യാർത്ഥിയെ പുറത്തെടുത്തു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. പൊതുകുളമാണ് കുറ്റിച്ചിറയിലേത്. നവീകരണം നടന്നതിനു ശേഷം നിരവധി പേരാണ് ഇങ്ങോട്ടെത്തുന്നത്. അങ്ങനെ നീന്താനായി എത്തിയതാണ് പയ്യാനക്കൽ കപ്പക്കൽ സ്വദേശി 17 വയസ്സുള്ള യഹിയ. നീന്തൽ വശമുണ്ട്, പക്ഷേ നീന്തുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു. ഞായറാഴ്ചകളിൽ 300-400ഓളം കുട്ടികൾ വന്നിട്ട് ഇവിടെ ഒരു സേഫ്റ്റി മാനദണ്ഡമില്ല. മുന്നേ തന്നെ ഒരു 3 കൊല്ലം മുന്നേ തെക്കേപ്പുറം യൂത്ത് വിങ് എന്ന് പറഞ്ഞാൽ ഞാനടങ്കം ഒരു സംഘടനയാണ് ഇവിടെ 12ഓളം സേഫ്റ്റി ബോയകൾ വെച്ചിരുന്നത്. അത് 3 കൊല്ലത്തിന് ഇടയിൽ നശിച്ചുപോയി. അതിനുശേഷം 3 കൊല്ലത്തിൽ മരണങ്ങൾ ഉണ്ടായിരുന്നില്ല. മഴക്കാലമായതിനാൽ നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ ആഴം കൂടുതലാണ്. ഈ കുളത്തിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനവുമില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നീന്തൽ പരിശീലനത്തിന് വരുന്നവർ അവരുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കും. പക്ഷേ നിലവിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നീന്താൻ ആളുകൾ എത്തുന്നുണ്ട്. ആളുകളെ നിയന്ത്രിക്കാനും സംവിധാനമില്ല. പക്ഷേ ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ ഒരു കോഴിക്കോട് കോർപ്പറേഷൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ്. ആവശ്യപ്പെട്ട് നിരവധി തവണ പരാതിയും നിവേദനവും നൽകിയിരുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം. ബീച്ചിനു സമാനമായ രീതിയിൽ ഇവിടെ എത്തുന്നവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെങ്കിലും വേണമെന്നാണ് ആവശ്യം. ഒഴിവ് ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ ആളുകളാണ് നീന്തുവാനും നീന്തൽ പരിശീലനത്തിനുമായി ഈ കുളത്തിലെത്തുന്നത്. എന്നാൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എത്രയും വേഗം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി വിദ്യാർത്ഥികളാണ് ദിവസേന കുറ്റിച്ചിറയിലെ കുളത്തിലേക്ക് നീന്തൽ പഠിക്കാനായി എത്തുന്നത്. എന്നാൽ ആളുകളെ നിയന്ത്രിക്കാനോ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെയില്ല. വിഷയം ചൂണ്ടിക്കാട്ടി പലതവണ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത് സുരക്ഷ ഉറപ്പിക്കേണ്ട കോർപ്പറേഷനാണ്. കോർപ്പറേഷന് പോയി പറഞ്ഞത് നമ്മൾ ചേരല്ലാന്നാണ് എന്നോട് സെക്രട്ടറി അസിസ്റ്റന്റ് പറഞ്ഞത്. ഇത് നമുക്ക് ചെറിയായിട്ട് യാതൊരു ബന്ധമില്ലാന്ന്. ഒരു ബോയക്ക് 2000 സംതിങ് വരും. ഇത് കംപ്ലീറ്റ് ഓരോ കുളത്തൊക്കെ വെച്ച് കയറ് വെച്ചിട്ട് കെട്ടാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഓരോന്നായിട്ട് പൊട്ടി നശിക്കാന്നല്ലാതെ അത് ഇവിടുത്തെ ആൾക്കാരൊന്നും ചെയ്യുന്നതല്ല. പിന്നെ കൂടി വരുന്ന ആൾക്കാരാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കൂട്ടായ്മ കൊണ്ടാണ് ഇപ്പോൾ ബോയ കാര്യങ്ങളൊക്കെ ഓൾറെഡി വെച്ചിരുന്നു. ഒരു ബോയക്ക് തന്നെ എനിക്ക് തോന്നുന്നു 2500 രൂപ ഉണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇവിടെ ഒരു പ്രത്യേകിച്ചിട്ട് കോർപ്പറേഷൻ്റെ അണ്ടറിലോ ഗവൺമെൻറ് അണ്ടറിലോ ഒരു ആളുകളെ ഇവിടെ ഏർപ്പാടാക്കണം. ഏത് കുളം ആയിക്കോട്ടെ, സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ, അവിടെ സുരക്ഷയ്ക്കായിട്ടുള്ള കുറച്ച് ആളുകളെ അതിനു വേണ്ടി നിയോഗിക്കാൻ വേണം. രാത്രിയും പകലൊക്കെ ടൂറിസം മേഖല ആയതുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായാലും ഈ ആര് മുങ്ങുന്നു, ആര് പോകുന്നു, ആര് നീന്തുന്നു, ഇറങ്ങുന്ന ആൾക്കാർക്ക് നീന്തറിയുന്നതാണോ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ കോർപ്പറേഷൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രിയും പകലും ഇവിടെ സെക്യൂരിറ്റി ചെയ്യുക. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ